ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് 9 and 10 ചെയ്യാൻ പോവാ കേട്ടോ. ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചെന്നാണ് എൻ്റെ ഉറപ്പ് കേട്ടോ. നമുക്ക് അടുത്തത് ചെയ്യാം. 9th one ചെയ്യാം. What should be the value of a if the value of 2x² plus x minus a equal to 5 when x is equal to 0? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കണം. പിന്നെ ഈ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 5 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. 2x² plus x minus a എന്താണ് പറയുക? ഈക്വൽ ടു, അത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ടു 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഞാൻ ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്നെ ഇട്ട് കൊടുക്കാൻ പോവാണ്. 0 ഇട്ട് കൊടുക്കും. 2 × 0² ഇത് പ്ലസ് എക്സ് എത്രയാണ്? 0 മൈനസ് എ ഇസ് ഈക്വൽ ടു 5 അല്ലേ? നമുക്കറിയാം 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ലാസ്റ്റ് ടേം എല്ലാം 0 ആകും. 0 + 0 മൈനസ് എ ഇസ് ഈക്വൽ ടു 5. therefore ഇനി ഏത് മാത്രമേ ഉള്ളൂ? മൈനസ് എ ഇസ് ഈക്വൽ ടു 5. നമുക്ക് എയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ മൈനസ് വാല്യൂ അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ മൈനസ് മാറ്റി ഇത് പ്ലസ് എ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ടേമിനെ മൈനസ് കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. ഒന്നുമില്ല, കൂടുതൽ ആലോചിക്കാനില്ല. മൈനസ് എ പ്ലസ് ആകുവാണെങ്കിൽ 5 എന്താവും? മൈനസ് ആകും. അതായത് ഈ രണ്ട് ടേമിനെ നമ്മൾ മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കിയേ, മൈനസ് എ ഇൻറ്റു മൈനസ് പ്ലസ് എ, പ്ലസ് ആയില്ലേ വാല്യൂ? എയുടെ വാല്യൂ അല്ലേ ചോദിച്ചേക്കുന്നത്, അല്ലാതെ മൈനസ് എയുടെ വാല്യൂ അല്ലല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എ ആക്കണം, അതായത് അത് മൈനസ് സൈൻ മാറ്റണം. മൈനസ് സൈൻ മാറ്റണമെങ്കിൽ എന്തേ ഉള്ളൂ? മൈനസ് സൈൻ മാറ്റണമെങ്കിൽ മൈനസ് കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി ഈക്വൽ. അപ്പോൾ ഇവിടെ എന്തായി? ഇത് പ്ലസ് ആയിരുന്നു, പ്ലസ് ഇൻറ്റു മൈനസ് -5. അപ്പൊ എയുടെ വാല്യൂ എത്രയാ? എ ഇസ് ഈക്വൽ ടു -5. ഇനി അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മറന്നു പോവുകയാണെങ്കിൽ ഇത്ര ഓർത്താൽ മതി. ഇത് പ്ലസ് സൈൻ ആകുമ്പോൾ മൈനസ് എ പ്ലസ് ആകുവാണെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്നത് മൈനസ് സൈൻ ആകുന്നു. അത്രേ ഉള്ളൂ. ഇത്ര കണ്ടുപിടിക്കാനുള്ള എ ഇസ് ഈക്വൽ ടു 5. ക്വസ്റ്റ്യൻ കണ്ടപ്പം ഞാനും വിചാരിച്ചു ഒത്തിരി ആരൊക്കെ ചെയ്യാനുണ്ടെന്ന്. നിങ്ങൾ വിചാരിച്ചില്ലേ? ഇതാണ് മാത്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 2a² ab പ്ലസ് 3 മൈനസ് ab. മുമ്പത്തെ പോലെ ബ്രാക്കറ്റ് ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. 2 × a², 2a². രണ്ടും പ്ലസ് ആണ്, അതുകൊണ്ടൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇനി അടുത്തത് 2 × ab, 2ab. ഇതും രണ്ടും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പൊ ആൻസർ പ്ലസ്. ബാക്കി ഇനി 3 മൈനസ് ab. ഓക്കെ, a² ടേം വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതണം. 2a². ab ടേം ഉണ്ട് രണ്ടെണ്ണം, 2ab-യും മൈനസ് ab-യും, അതായത് 1ab എന്നല്ലേ അർത്ഥം. ഇത് പ്ലസ്, ഇത് മൈനസ്. സബ്ട്രാക്ട് ചെയ്തേ. 2-ൽ നിന്ന് 1 പോകെ 1, ഒരു ab. 1ab-ക്ക് ഞാൻ 1 ഇടുന്നില്ല, ab ഇട്ട് തന്നെ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഇത് പ്ലസ് സൈൻ, ഇത് മൈനസ് സൈൻ. മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ പ്ലസ്. ഇനി ആരുടെ കിടപ്പുണ്ട്? ഒരു കോൺസ്റ്റന്റ് പ്ലസ് 3 കൂടെ കിടപ്പുണ്ട്. എന്നിട്ട് വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്ക് 5-ഉം ബിക്ക് -3 കൊടുക്കാൻ പോവാണേ. 2 × a എത്രയായിരുന്നു? 5, അതിന്റെ സ്ക്വയർ അല്ലേ? പ്ലസ് അടുത്ത ab, 5 × b എത്രയാണ്? -3 പ്ലസ് 3. ഓക്കെ, ഇവിടെ 2 × 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ 2 × 25 ഇവിടെ. ഇനി ഇവിടെ 5 × 3 15. സൈൻ എന്നാണ്? പ്ലസ് മൈനസ്. പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ മൈനസ് സൈൻ, ദെൻ പ്ലസ് 3. ഇവിടെ എത്ര വരും? 25 × 2 50 അല്ലേ? 50 -15 പ്ലസ് 3. പ്ലസ് എല്ലാം കൂടെ ആദ്യം നമുക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? 50 + 3 53 -15. അപ്പൊ എത്ര വരും? ആൻസർ എത്ര വരും? അതായത് ഇത് പ്ലസ്, ഇത് മൈനസ്. പ്ലസ് മൈനസ് കൂടെ വന്നാൽ സബ്ട്രാക്ട് ചെയ്യണം. 38 അല്ലേ? ഇത് ലാർജർ സൈൻ ഏതാണ്? 53 ആണ്. അതുകൊണ്ട് ആൻസർ എത്രയായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പം ആൻസർ എത്രയാണ്? 38. ഓക്കെ, 38 ആണെന്ന് ചെറിയ സംശയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഓക്കെ, പ്ലസ് 38. ഇത്രയേ ഉള്ളൂ മക്കളെ, സിമ്പിളാണ്. നമ്മുടെ ചാപ്റ്റർ തീർന്നു.
എത്ര പെട്ടെന്ന് തീർന്നല്ലേ? എല്ലാം എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.